നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജനുവരി 25, 2021 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടന്റ് കംപ്ലയിൻസ് കൗൺസിലിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായ ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഗീത മിത്തലാണ്. ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടന്റ് കംപ്ലയിൻസ് കൗൺസിലിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായ ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഗീത മിത്തൽ. 2019-20 വർഷത്തെ ഗസറ്റഡ് പോലീസ് ഓഫീസർമാരുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? രാജസ്ഥാൻ പോലീസ് അക്കാഡമിയാണ്. 2019-20 വർഷത്തെ ഗസറ്റഡ് പോലീസ് ഓഫീസർമാരുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? രാജസ്ഥാൻ പോലീസ് അക്കാഡമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. 2019-20 വർഷത്തെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷൻഗഡ് പോലീസ് അക്കാഡമിയാണ്. 2019-20 വർഷത്തെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷൻഗഡ് പോലീസ് അക്കാദമിയാണ്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ വിജ്ഞാന പങ്കാളിയായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ഏതാണ്? വിപ്രോയാണ്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ വിജ്ഞാന പങ്കാളിയായി കരാറിൽ ഏർപ്പെട്ട കമ്പനിയാണ് വിപ്രോ. 2021 ദേശീയ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഗുൽമാർഗ് ആണ്. 2021 ദേശീയ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഗുൽമാർഗ്. അതുപോലെ 2021 ദേശീയ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ്. ഇൻഡോ ITBP ആണ് 2021 ദേശീയ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. 2021 ജനുവരിയിൽ കുഫോസിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ്? റിജി ജോൺ ആണ്. റിജി ജോൺ ആണ് 2021 ജനുവരിയിൽ കുഫോസിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായിരിക്കുന്നത്. കുഫോസ് എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് കുഫോസ്. അദ്ദേഹത്തിന് 65 വയസ്സാകുന്നവരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. 2021 ജനുവരിയിൽ കുഫോസിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് റിജി ജോൺ ആണ്. ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളം ഒരുക്കുന്ന ടാബ്ലോ ഏതാണ്? കൊയർ ഓഫ് കേരളയാണ്. ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളം ഒരുക്കുന്ന ടാബ്ലോയാണ് കൊയർ ഓഫ് കേരള. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന എവിടെയാണ്? രാജ്പഥിലാണ്. രാജ്പഥിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണറാണ്. അതായത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഈ പറയുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത്. അതായത് സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 26 രാവിലെ 9 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. അതുപോലെ തന്നെ സായുധസേന, പോലീസ്, പാരാമിലിറ്ററി, NCC പരേഡുകളും നടക്കും. അതായത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ 100 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 2021 ജനുവരി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബൈജു നാഥാണ്. 2021 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബൈജു നാഥാണ്. ദേശീയ ബാലികാ ദിനം എന്നാണ് ജനുവരി 24 ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ബാലികാ ദിനം ജനുവരി 24. അതുപോലെ UN അന്താരാഷ്ട്ര ബാലികാ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആചരിക്കുന്ന എന്നാണ് ഒക്ടോബർ 11. UN ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒക്ടോബർ 11. ദേശീയ ബാലികാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 24. ദ വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരം നേടിയതാരാണ്? സോനു സൂദാണ്. ദ വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരം നേടിയത് സോനു സൂദ്. IPL 100 കോടി പ്രതിഫലം വാങ്ങുന്ന ആദ്യ വിദേശ താരം ആരാണ്? AB ഡിവില്ലിയേഴ്സ് ആണ്. IPL 100 കോടി പ്രതിഫലം നേടുന്ന ആദ്യ വിദേശ താരം AB ഡിവില്ലിയേഴ്സ്. അതായത് ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരമാണ് AB ഡിവില്ലിയേഴ്സ് എന്ന് ഓർക്കുക. അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അദ്ദേഹത്തെ ഈ 100 കോടി പ്രതിഫലം നൽകി നേടിയെടുത്തിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമാണെന്ന് ഓർത്തു വയ്ക്കാം.
ന്യൂ സ്റ്റാർട്ട് ആണവ കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അമേരിക്കയും റഷ്യയും തമ്മിലാണ്. അതായത് റഷ്യയുമായിട്ടുള്ള ന്യൂ സ്റ്റാർട്ട് ആണവ കരാർ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ ആഗ്രഹിക്കുന്ന US അറിയിക്കുകയുണ്ടായി. അതായത് ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് US പ്രസിഡന്റായ ജോ ബൈഡന്റെ ഈ ഒരു തീരുമാനം. എന്താണെന്ന് വെച്ചാൽ ഈ റഷ്യൻ അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും അതുപോലെ US പ്രസിഡന്റായ ബറാക് ഒബാമയും കൂടിയാണ് 2010 ഈ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? 2010 ഈ കരാർ ഒപ്പിട്ടത്. റഷ്യൻ പ്രസിഡന്റായ ദിമിത്രി മെദ്വദേവും അതുപോലെ US പ്രസിഡന്റ് ബറാക് ഒബാമയുമാണ്. ഈ ഒരു കരാർ എന്ന് വെച്ചാൽ രാജ്യങ്ങൾ 1650 ആണവായുധങ്ങളിൽ കൂടുതൽ വിന്യസിക്കരുതെന്ന വ്യവസ്ഥയുള്ള ഒരു കരാറാണ്. അത് ഫെബ്രുവരി 5 അവസാനിക്കുന്നത്. എന്നാൽ ഈ US-നെതിരെ റഷ്യ നടത്തുന്ന സൈബർ ആക്രമണം, അതുപോലെ 2020 തെരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടൽ, റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലസ്കി നവൽനിക്കെതിരായ രാസായുധ പ്രയോഗം എന്നിവയൊക്കെ കാരണം ഈ ഒരു കരാറ് 5 വർഷത്തേക്ക് നീട്ടാനാണ് ഇപ്പോഴൊരു തീരുമാനം വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? വൈഗ അണക്കെട്ടാണ്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. അതായത് ഈ കുറച്ച് നാളായിട്ട് ഈ ഒരു മുല്ലപ്പെരിയാറിൽ നിന്ന് ജലമെടുക്കുന്നത് തമിഴ്നാട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കനത്ത മഴയെ തുടർന്ന് ഈ വൈഗ അണക്കെട്ട് നിറഞ്ഞതുകൊണ്ടാണ് അവർ ജലമെടുക്കുന്നത് നിർത്തിവെച്ചത്. എന്നാൽ വൈഗ അണക്കെട്ടിൽ ഇപ്പോൾ 69.72 അടി ജലമാണുള്ളത്. എന്നാൽ 71 അടിയാണ് വൈഗയുടെ സംഭരണ ശേഷി. എത്രയാണ്? 71 അടിയാണ് വൈഗയുടെ സംഭരണ ശേഷി. അവർ വീണ്ടും ഈ പറയുന്ന മുല്ലപ്പെരിയാറിന് ജലമെടുക്കുന്നത് പുനരാരംഭിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2020 നേടിയത് ആരാണ്? പോൾ സക്കറിയാണ്. 2020 നേടിയത് പോൾ സക്കറിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ഈ പോൾ സക്കറിയയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കുകയാണ് 27-ാം തീയതി. അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാര നിർണയ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വൈശാഖനാണ്. അതായത് സംസ്ഥാന സാഹിത്യ അക്കാദമി ചെയർമാനായ വൈശാഖനാണ് പുരസ്കാര നിർണയ സമിതിയുടെ ചെയർമാൻ എന്ന് ഓർത്തുവെക്കുക. 2021 ജനുവരിയിൽ അന്തരിച്ച ലോകപ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ അവതാരകനാണ് ലാറി കിങ്. 2021 ജനുവരിയിൽ അന്തരിച്ച ലോകപ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ അവതാരകനാരാണ്? ലാറി കിങ് ആണ്. US-ൽ ആദ്യമായി പെൻറ്റഗൺ മേധാവിയായി നിയമിതനാകുന്ന ആഫ്രോ അമേരിക്കൻ വംശജനാരാണ്? ലോയിഡ് ഓസ്റ്റിൻ ആണ്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ലോയിഡ് ഓസ്റ്റിൻ US പ്രതിരോധ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ US-ന്റെ പ്രതിരോധ സെക്രട്ടറിയാണ് പെൻറ്റഗൺ മേധാവി എന്ന് വിളിക്കുന്നത്. 2003 US സൈന്യത്തെ ബാഗ്ദാദിലേക്ക് നയിച്ച US സെൻട്രൽ കമാൻഡ് തലവനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ US-ൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഫെഡറൽ നിയമം അനുസരിച്ച് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം പെൻറ്റഗൺ മേധാവിയാകണമെങ്കിൽ മിനിമം 7 വർഷം കഴിഞ്ഞേ പാടുള്ളൂ എന്നൊക്കെ ഒരു നിയമമൊക്കെ US-ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. നാഷണൽ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷനാരാണ്? പീയൂഷ് ഗോയലാണ്. നാഷണൽ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് പീയൂഷ് ഗോയൽ. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അതിനു മുമ്പ് അൺഅക്കാഡമി കേരള PSCയുടെ പുതിയ ഇവൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ അൺഅക്കാഡമി കേരള PSC ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ കേരള PSC എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പുതിയതായിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് റെഫറൽ കോഡ് ആവശ്യമാണ്. നിഖില10 എന്ന് പറയുന്ന റെഫറൽ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഫ്രീ കണ്ടന്റ് അൺലോക്ക് ചെയ്യണമെങ്കിൽ പോലും റെഫറൽ കോഡ് ആവശ്യമാണ്. ഈ ഒരു റെഫറൽ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് അൺലോക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് കോഴ്സിൻ്റെ പേര്. അതായത് നമുക്കറിയാം ഫെബ്രുവരി 20 നമ്മുടെ 10th ലെവൽ പ്രിലിംസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ഓൺ 10th ലെവൽ പ്രിലിംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ജനുവരി 25 ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഫറൽ കോഡായിട്ട് നിങ്ങൾക്ക് നിഖില10 യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് അൺഅക്കാഡമി പ്ലസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി അൺഅക്കാഡമി പ്ലസിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സുകളുണ്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഡിസ്കഷൻ ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസുകളുണ്ട്, പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്, അൺലിമിറ്റഡ് ആക്സസ് ടു ഓൾ കേരള PSC കണ്ടന്റ് ആണ് ലഭിക്കുന്നത്. ഇനി അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കേരള PSCയിൽ നിന്ന് പ്ലസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അവിടെ നമുക്ക് റെഫറൽ കോഡ് അപ്ലൈ ചെയ്യാം. നിഖില10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്ലാനും സെലക്ട് ചെയ്യാം. 6 മാസം, 12 മാസം, 24 മാസം എന്നിങ്ങനെ 3 പ്ലാനുകളാണുള്ളത്. നമുക്ക് EMI ആയിട്ട് ഇവിടെ ഫീ പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ഇനി വരുന്ന പ്രിലിംസ് എക്സാമിന് വേണ്ടി ഇങ്ങനെയുള്ള സോഴ്സുകൾ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2019 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? P സച്ചിദാനന്ദനാണ്. നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പോൾ സക്കറിയയാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് P സച്ചിദാനന്ദനാണ്. മിനർവ പഞ്ചാബ് FC പുതിയ പേരാണ് പഞ്ചാബ് ഫുട്ബോൾ. മിനർവ പഞ്ചാബ് FC പുതിയ പേരെന്താണ്? പഞ്ചാബ് ഫുട്ബോൾ എന്നാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ബോക്സർമാരെ പ്രതിനിധീകരിക്കുന്ന 10 അംഗ സ്ട്രോങ് അത്ലറ്റ് അംബാസിഡർ ഗ്രൂപ്പിൽ അംഗമായ ഇന്ത്യൻ താരമാണ് മേരി കോം. 2020 ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെച്ചു. അതിൽ ബോക്സർമാരെ പ്രതിനിധീകരിക്കുന്ന 10 അംഗ സ്ട്രോങ് അത്ലറ്റ് അംബാസിഡർ ഗ്രൂപ്പിൽ അംഗമായ ഇന്ത്യൻ താരമാരാണ്? മേരി കോം ആണ്. 2019 180ാമത് വാർഷികം ആഘോഷിച്ച കേരളത്തിലെ മന്ദിരമാണ് സെക്രട്ടേറിയറ്റ്. 2019 180ാമത് വാർഷികം ആഘോഷിച്ച കേരളത്തിലെ മന്ദിരം ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതിയാണ് സുഭിക്ഷ. കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതി ഏതാണ്? സുഭിക്ഷയാണ്. നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം എല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. കേരളത്തിലെ 11ാമത് ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കേരളത്തിലെ 11ാമത് ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? 2019 റഗ്ബി വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? 2019 റഗ്ബി വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ലോകത്തിലെ ആദ്യ ബ്ലാക്ക് ചെയിൻ ബേസ്ഡ് കാർബൺ ട്രേഡിംഗ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യ ബ്ലാക്ക് ചെയിൻ ബേസ്ഡ് കാർബൺ ട്രേഡിംഗ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന രാജ്യം ഏതാണ്? 2019 ഒക്ടോബറിൽ റുപ്പേ കാർഡ് പുറത്തിറങ്ങുന്നതിന് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ധാരണയിൽ ഏർപ്പെട്ടത്? 2019 ഒക്ടോബറിൽ റുപ്പേ കാർഡ് പുറത്തിറക്കുന്നതിന് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണയിൽ ഏർപ്പെട്ടത്? 2019 നവംബറിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ല ഏതാണ്? 2019 നവംബറിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ല ഏതാണ്? ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നോട്ട് ചെയ്ത് വെക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടുപോകുക. ഇനി മുമ്പത്തെ ദിവസങ്ങളിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കണ്ടുപോകുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സോഷ്യൽ സയൻസും ബേസിക് സയൻസും അവൈലബിൾ ആണ്. അത് മറക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.